2023 ഏപ്രിൽ മാസം ഞങ്ങളുടെ ഭവനം 2 വർഷത്തേക്ക് ഒറ്റയ്ക്ക് കൊടുക്കേണ്ടതായി വന്നു. ഡിസംബർ 31 തീയതി ഓൾ നൈറ്റ് പ്രയറിന് ദേവദാസൻ ഒരു ദൂത് വിളിച്ചു പറഞ്ഞു. വീട്ടിൽ പോയി രാവിലെ 11 മണി ആയപ്പോഴേക്കും ഞങ്ങൾ ഭവനം കൊടുത്തിട്ടിരുന്ന വീട്ടിലുള്ള ആൾ ഞങ്ങളെ വിളിച്ചു. എൻ്റെ പേര് സന്ധ്യ, ഞാൻ മണക്കാട് നിന്ന് വരുന്നു. 2023 ഏപ്രിൽ മാസം ഞങ്ങളുടെ ഭവനം 2 വർഷത്തേക്ക് ഒറ്റയ്ക്ക് കൊടുക്കേണ്ടതായി വന്നു. ബിസിനസ്സിൻ്റെ ഒരു സാമ്പത്തിക ബുദ്ധിമുട്ട് കാരണം 2 വർഷത്തേക്ക് ഞങ്ങൾക്ക് ഒറ്റയ്ക്ക് കൊടുക്കേണ്ടതായിട്ട് വന്നു. ഡിസംബർ 31 തീയതി ഓൾ നൈറ്റ് പ്രയറിന് ദേവദാസൻ ഒരു ദൂത് വിളിച്ചു പറഞ്ഞു. ഒറ്റയ്ക്ക് വീട് കൊടുത്തിട്ടുള്ളവർ കൈ ഉയർത്താൻ പറഞ്ഞു. ഞാൻ ഉയർത്തി. അപ്പോൾ ദേവദാസൻ വിളിച്ചു പറഞ്ഞു, എഗ്രിമെൻ്റ് തീരുന്നത് വരെ വെയിറ്റ് ചെയ്യണ്ട, അതിനു മുമ്പേ വീട് കയ്യിൽ കിട്ടും എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് വീട്ടിൽ പോയി രാവിലെ 11 മണി ആയപ്പോഴേക്കും ഞങ്ങൾ ഭവനം കൊടുത്തിട്ടിരുന്ന വീട്ടിലുള്ള ആൾ ഞങ്ങളെ വിളിച്ചു. അവരുടെ മകന് കല്യാണമായി. അപ്പം അടുത്തൊരു വീട് കുറച്ചുകൂടെ സൗകര്യത്തിനുള്ളതുകൊണ്ട് ഞങ്ങൾ പകരം വേറൊരാളെ കൊണ്ടുവരാം, എഗ്രിമെൻ്റ് പുതുക്കി എഴുതാമോ എന്ന് ചോദിച്ചു. ഞങ്ങളപ്പോൾ റിപ്ലൈ ഒന്നും പറഞ്ഞില്ല. ആലോചിച്ചിട്ട് പറയാമെന്ന് പറഞ്ഞു. പിറ്റേ ദിവസം രാവിലെ ഞങ്ങൾ പ്രെയർ ടവറിൽ വന്ന് ബ്രദറിനെ കാണുകയും വിഷയം പറഞ്ഞിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്തു. പ്രാർത്ഥിച്ചപ്പോൾ ബ്രദർ പറഞ്ഞു, വീട് വേറൊരാൾക്ക് കൊടുക്കണ്ട, നിങ്ങൾ തന്നെ അത് തിരിച്ചെടുക്കണമെന്ന് പറഞ്ഞു. കുറച്ച് നല്ല നിർദ്ദേശങ്ങളും ബ്രദർ ഞങ്ങൾക്ക് തന്നു. ആ നിർദ്ദേശപ്രകാരം ഞങ്ങളത് ചെയ്യുകയും ഞങ്ങളുടെ വീട്ടിൽ താമസിക്കുന്ന ആൾക്കാരെ വിളിച്ച് ഞങ്ങൾ ജൂൺ മാസത്തിൽ അത് തിരിച്ചെടുക്കാമെന്ന് പറയുകയും ചെയ്തു. അവരും അത് സമ്മതിച്ചു. പക്ഷേ ദൈവത്തിൻ്റെ വലിയ കൃപയാൽ ഈ മാർച്ച് മാസം 6-ാം തീയതി ഞങ്ങൾക്ക് ഞങ്ങളുടെ ഭവനം ഞങ്ങളുടെ കയ്യിൽ തിരിച്ചു കിട്ടി. പ്രാർത്ഥിച്ച ബ്രദറിനും നന്ദി പറയുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ ദേവദാസന് ഞങ്ങളൊക്കെ ആ വീട്ടിൽ വന്ന് പ്രാർത്ഥിച്ചായിരുന്നു. അപ്പോൾ സിസ്റ്റർ അതിനെ പറ്റിയിട്ട് അത് നഷ്ടപ്പെട്ടതിൻ്റെ ഒരു വേദനയൊക്കെ പറഞ്ഞായിരുന്നു. അതൊന്ന് പറയാം. അതായത് ഈ വീട് കൊടുക്കാനായിട്ട് താല്പര്യം ഉണ്ടായിരുന്നു? യഥാർത്ഥത്തിൽ ഞങ്ങൾക്ക് താല്പര്യമില്ലായിരുന്നു. ഞങ്ങളുടെ സാമ്പത്തിക ബുദ്ധിമുട്ടാണ്. ഞങ്ങൾ ഒരുപാട് പേരോട് ഞങ്ങൾക്ക് കിട്ടാതെ വന്നപ്പോൾ ഞങ്ങൾക്ക് ഇതേ മാർഗം ഉണ്ടായിരുന്നു. വേറൊരു നിവൃത്തിയില്ല, വേറൊരു കാശിൻ്റെ ആവശ്യം വളരെ അധികമായിരുന്നു. അപ്പോൾ വേറെ നിർവാഹമില്ല, കൊടുക്കാൻ താല്പര്യമില്ല, പക്ഷെ വേറൊരു വഴിയില്ലാത്തതുകൊണ്ട് കൊടുക്കേണ്ടി വന്നത്. അങ്ങനെ ഉള്ളിനകത്തൊരു ഭാരം ഉണ്ടായിരുന്നു. എല്ലാം ബ്രദറിനോട് വന്ന് ആലോചിച്ചിട്ടാണ് ഞങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ അതനുസരിച്ച് ബ്രദറിൻ്റെ നിർദ്ദേശം ഞങ്ങൾ അനുസരിച്ച് ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് അതിൻ്റേതായിട്ടുള്ള അനുഗ്രഹം ദൈവം തന്നുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ഞങ്ങൾക്ക് ആ ഭവനം ഇപ്പോൾ തിരിച്ചു കിട്ടി. ഭാരം ഉണ്ടായിരുന്നു. സിസ്റ്റർ പറഞ്ഞു തനിക്കൊരു ഭാരം ഉണ്ടായിരുന്നു, അതെന്നാലും നമ്മുടെ കൈവിട്ട് പോയല്ലോ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അവൻ ഭാരം യഹോവയുടെ മേൽ വെച്ചു കൊടുക്കുക, അവൻ നിന്നെ പുലർത്തും, ദൈവം വചനം വെറുതെ പറയാൻ മാത്രമല്ല, കർത്താവ് ആ ഭാരം എടുക്കാനായിട്ട് 31-ാം തീയതി രാത്രി പ്രോമിസ് 24-ന്റെ അന്നേ ദിവസം അവനൊരു പ്രവചന ശബ്ദമായി ആദ്യത്തെ ഘട്ടപ്രവൃത്തി അല്ലെങ്കിൽ ആദ്യത്തെ അത്ഭുതത്തിൻ്റെ പ്രവൃത്തി തുടങ്ങി. താനത് കരമുയർത്തി ഏറ്റെടുത്ത് പ്രാർത്ഥിച്ചു. നമുക്കറിയാം അന്ന് നമ്മുടെ ആ ബാൽക്കണി സെക്ഷൻ ഫുള്ള് പുറകെ അറ്റം വരെ ആൾക്കാരും പിന്നെ അതിൻ്റെ മുകളിലുള്ള ബാൽക്കണിയിലൊക്കെ ഫുൾ ആളായിരുന്നു. പക്ഷേ അത്രയും ആൾക്കാരുടെ മധ്യത്തിലും ഇത് മറ്റാരുടെയും വിഷയമല്ല, എൻ്റെ വിഷയം എന്നുള്ള രീതിയിൽ അവർ കരമുയർത്തി ഏറ്റെടുത്ത് പ്രാർത്ഥിച്ചു. അത്ഭുതം എന്ന് പറയട്ടെ, തനിക്കൊരു ഭാരമുണ്ടായിരുന്നു. എൻ്റെ ദൈവം തൻ്റെ മക്കളെ ഭാരപ്പെട്ട് ജീവിക്കാനല്ല ഈ ഭൂമിയിലാക്കി വെച്ചിരിക്കുന്നത്, പ്രതിസന്ധികളെ ജയിച്ച് ഫ്രീ ആയി സ്വാതന്ത്ര്യത്തിൽ ജീവിക്കുവാനാണ് നമ്മളെ ആക്കി വെച്ചിരിക്കുന്നത്. കടബാധ്യതയിൽ കേൾക്കുന്ന ആരെങ്കിലും ഉണ്ട്? നിങ്ങൾക്ക് കടഭാരമുണ്ടെങ്കിൽ ഒന്ന് മനസ്സിലാക്കുക, കടമുണ്ടാകാം, പക്ഷെ ഭാരം ദൈവം നിങ്ങൾക്ക് വെച്ചിട്ടുള്ളതല്ല. ഭാരം അത് ദൈവത്തിന് വേണ്ടിയുള്ളത്. ഹല്ലേലൂയ. യഹോവയെ നിന്റെ ഭാരം ചുമക്കാമെന്ന് പറഞ്ഞിരിക്കുന്നത്. നിനക്ക് ചുമക്കാനുള്ളതല്ല ഭാരം. ഒന്ന് കരമടിച്ചാൽ ദൈവത്തിന് മഹത്വം കൊടുത്താട്ടെ. നമ്മളിവിടെ ആരാധിക്കുമ്പോൾ, നമ്മൾ പ്രാർത്ഥിക്കുന്ന സമയത്ത് പലപ്പോഴും പ്രവചന ശബ്ദങ്ങൾ, ദൈവിക ദൂതുകളൊക്കെ കേൾക്കുമ്പോൾ അത് വെറുതെ ഒരു ചെവി കൂടെ കേട്ട് ഇപ്പുറത്തൂടെ കളയരുത്. അതിനെ നമ്മൾ ഉള്ളിൽ സ്വീകരിക്കുകയും അതിനെ കാത്തു പരിപാലിക്കേണ്ട ഒന്നാണ്. പലപ്പോഴും നമ്മൾ ചെയ്യുന്നത്, സംശയത്തിൻ്റെ ശബ്ദങ്ങൾ വരുമ്പോൾ എന്ത് ചെയ്യുമെന്ന് അറിയാമോ? അത് നമ്മൾ ഒരു ചെവി കൂടെ കേട്ട് ഇപ്പുറത്തെ ചെവി കൂടെ കളയത്തില്ല. അത് നമ്മൾ ഉള്ളിൽ കൊണ്ട് നടക്കും. എന്നാലും ആവോ, ശരിയാവോ? പലരും വിധി എഴുതും, മനുഷ്യരുടേതായിട്ടുള്ള വാക്കുകൾ. ആ വിധി എഴുതുന്ന ശബ്ദങ്ങളുണ്ടല്ലോ, നമ്മൾ ഒരു ചെവി കൂടെ കേട്ട് ഇപ്പുറത്തെ ചെവി കൂടെ കളയത്തില്ല, അതിന് നമ്മൾ കൊണ്ടു നടക്കും. പക്ഷേ ദൈവം പറയുന്ന ശബ്ദങ്ങൾ പലപ്പോഴും നമ്മൾ ഞായറാഴ്ച രാവിലെ വന്ന് ഇതുവഴി കേൾക്കും, അടുത്ത് വൈകിട്ട് ഇതുവഴി ഇറങ്ങി അങ്ങ് പോകുമ്പോൾ ഇപ്പുറത്തൂടെ അങ്ങ് അതും പോകുന്ന അവസ്ഥയാണ്. ഇല്ല, ഇന്ന് മുതൽ നമ്മൾ മാറ്റി ചിന്തിക്കണം. സാഹചര്യങ്ങൾ പറയുന്നതിനല്ല നമ്മുടെ ഉള്ളിൽ കൊണ്ട് നടക്കേണ്ടത്. സാഹചര്യങ്ങൾ പറയുന്നത് നമ്മുടെ ഉള്ളിൽ കൊണ്ട് നടന്നാൽ അത് നമുക്ക് ഭാരമായി മാറും. അത് നമ്മളെ താഴേക്ക് വലിച്ചിടുവാനായി കാരണമായി തീരും. പക്ഷെ ഇന്ന് ദൈവം നൽകുന്ന ദൈവത്തിൻ്റെ ശബ്ദത്തെ നിനക്ക് ഏറ്റെടുക്കുവാനും
അതിനെ പ്രിസർവ് ചെയ്യുവാൻ, അതിനെ കാത്തു സൂക്ഷിക്കുവാനെ കഴിയുമെങ്കിൽ നിന്റെ ഭാരം ഇരിക്കുന്നിടത്ത് ദൈവത്തിൻ്റെ പ്രതീക്ഷയും ദൈവത്തിൻ്റെ പ്രത്യാശയും അവിടെ ഇരിക്കാൻ തുടങ്ങുമ്പോൾ ഭാരം അവിടെ നിന്ന് മാറിപ്പോകും. ഒന്ന് കരമടിച്ചാൽ ദൈവത്തിന് മഹത്വം കൊടുത്താട്. താങ്ക് യു ജീസസ്.